KSRTC ബസ്സിൽ ദിലീപിന്റെ ഒരു സിനിമ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം. നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങള് വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. ഞങ്ങൾ വനിതകൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നാണ് ആ ചേച്ചി പ്രത്യേകം എടുത്ത് പറയുന്നത്. പല രീതിയിലും കോടതി വിധിയെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ കോടതി വിധിയെ ശരിക്കും നമ്മൾ മാനിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ കൂടുതൽ മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലെയാകാൻ നോക്കണ്ട കേട്ടോ. ഞാൻ ഇന്നലെ ഫാമിലി ആയിട്ട് കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് വരികയായിരുന്നു. പത്തനംതിട്ടയാണ് എന്റെ സ്വന്തം ദേശം. അപ്പൊ അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് KSRTC ബസ്സിൽ കയറിയത്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, കൽപ്പറ്റ ബസ് മറ്റോ ആയിരുന്നു. അപ്പം അതിൽ കയറിയപ്പോഴേ എന്റെ മോന് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഇതേ ആ വഷളന്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്ക്. ഇത് നിങ്ങളുടെയും നിങ്ങളുടെ മോന്റെയും ഒരു തീരുമാനമാണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് KSRTC ബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ പൊതു സ്ഥലമാണ്. അങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെ നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ടുവരുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് അവിടെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ദിലീപ് പ്രതിയായി ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെയാണെങ്കിൽ ഇത് പറയുന്നതിൽ അർത്ഥമുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി കൂടി കേൾക്കാം. ചോദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചപ്പോ ഇതാണ് ദിലീപിന്റെ പറക്കുന്നളി എന്നുള്ള സിനിമ ഇട്ടേക്കുന്നു. അപ്പൊ ഞാൻ കേശവദാസപുരത്ത് നിന്ന് അടൂര് വരെ 2-2.5 മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിത് കണ്ടക്ടറോട് അറിയിച്ചു. അപ്പം ഒന്നുകിൽ ഈ സിനിമ നിർത്തണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് തന്നാൽ മതി, ഞങ്ങൾ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് വീണ്ടും, കാരണം നമ്മൾ അതിജീവിതയോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കണമെന്ന് എന്റെ മനസ്സിൽ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അത് ശരിയായിട്ടുള്ള കാര്യമാണ്, അതിജീവിതയോടൊപ്പം നമ്മൾ നിൽക്കണം. അത് പക്ഷേ മതിയായ തെളിവുകളില്ലാതെ ഒരാളെ വെറുതെ വിട്ടതാണ്. അയാളുടെ മേത്ത് കുതിര കയറിയിട്ട് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അയാളുടെ സിനിമകൾ കാണാതിരുന്നിട്ട് അതൊരു പ്രതിഷേധമായി മാറുമോ? ഒരുപക്ഷെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പോലും പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കോടതി മതിയായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ വെറുതെ വിട്ടതാണ്. അങ്ങനെ ഒരാളെ നമ്മൾ ക്രൂശിക്കുന്നത് റിയലി ശരിക്ക് അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാളോട് ചെയ്യുന്ന വലിയൊരു പാതകമല്ലേ? മോന്റെയും ഹസ്ബൻഡിന്റെയും പിന്തുണയോടുകൂടി തന്നെയാണ് ഞാൻ പിന്നെ പ്രതികരിച്ചത്. വെറുതെ പ്രതികരിക്കായിരുന്നില്ല, ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു, അഭിപ്രായം ചോദിച്ചു. നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര്, 99% പേരും ആ ബസ്സിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭൂരിപക്ഷത്തിന്റെ നീതി നടപ്പാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചേച്ചി ഞാനിത് പ്രതികരിക്കാമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത്, വനിതകൾ. അപ്പൊ ഞാൻ അവരുടെയും കൂടെ പിന്തുണയോടുകൂടി ഞങ്ങൾ എഴുന്നേറ്റ് കണ്ടക്ടറോട് പറഞ്ഞു, ഈ സിനിമ ഇതിനകത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ഭൂരിപക്ഷം പേർക്ക് ഈ സിനിമ കാണണമെന്ന് താല്പര്യമില്ല, അതുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞു. കണ്ടക്ടർ നേരത്തെ വിസമ്മതിച്ച ആള് ഈ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ചത് പിന്നെ നിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം വെള്ളമടിച്ച് ചില ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. 1-2 പേര് ഇത് കോടതി വിധി വന്നതല്ലേ, വെള്ളമടിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതെങ്ങനെയാണ് മനസ്സിലായത്? എനിക്കറിയില്ല, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആരെയും തോന്നിയില്ല. കോടതി ക്ലീൻ ചിറ്റ് നൽകിയതല്ലേ എന്നുള്ള രീതിയിൽ പ്രതികരിച്ചു. അപ്പൊ അങ്ങനെയല്ല, താഴ്ക്കോടതി മാത്രമാണ് വിധിച്ചിട്ടുള്ളത്, ഇനിയും കോടതി ഉണ്ടല്ലോ. മാത്രമല്ല ഇത് പകൽ പോലെ വ്യക്തമായൊരു കേസാണ്. അപ്പം പിന്നെ അങ്ങനെ അത് ശരിയാണ്, ഇനി അപ്പീൽ പോകാനൊക്കെ സാധിക്കും. പക്ഷെ ഇപ്പൊ നിലവിൽ വെറുതെ വിട്ടിട്ടുണ്ട് കോടതി. അതുകൊണ്ട് തന്നെ ദിലീപ് നിയമത്തിന്റെ കണ്ണിൽ കുറ്റക്കാരനല്ല. ഇനി അപ്പീലൊക്കെ പോയി ഇനി പ്രതിയായി വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ നല്ലതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് നടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമായൊരു കേസാണ്. ഇത്രയും നാൾ കൃത്യമായി എല്ലാ പീഡനങ്ങളും, സത്യത്തിലെ കോടതി മുറികളിൽ എന്തുമാത്രം മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും അതിജീവിത. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ഇതിൻ്റെ സംസാരിക്കാം. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല, പക്ഷേ ഞാൻ പറയുന്ന അഭിപ്രായം എൻ്റെ. ഈ സംഭവത്തെ നിയമത്തിൻ്റെയും ധാർമ്മികതയുടെയും
കണ്ണിലൂടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ആദ്യമായി ഈ വിഷയത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിയമപരമായി ദിലീപ് കുറ്റക്കാരനല്ല എന്നതാണ്, അല്ലെങ്കിൽ ദിലീപിനെതിരെ തെളിവുകൾ ഇല്ല എന്നത് തന്നെയാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യത്തിൽ കോടതി തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയോ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയെ രാജ്യത്തെ പരമോന്നത നീതിന്യായ വ്യവസ്ഥ കുറ്റവിമുക്തനാക്കിയാൽ നിയമപരമായി അയാൾ പൂർണ്ണമായും നിരപരാധി തന്നെയാണ്. കോടതിക്ക് മുകളിലായി പൊതുസമൂഹത്തിന് ആ വ്യക്തിക്ക് ധാർമ്മിക ശിക്ഷ നൽകാൻ നിയമപരമായ അധികാരമില്ല. അതിനാൽ നിയമപരമായി കുറ്റമില്ലാത്ത ഒരു വ്യക്തിയുടെ കലാസൃഷ്ടി ഒരു പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് വാദിക്കുന്നത് കോടതിയുടെ വിധിയെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അതുപോലെ ഈ വിഷയത്തിൽ പ്രസക്തമായ മറ്റൊരു വശം കൂടിയുണ്ട്. പൊതുഗതാഗതത്തിലെ പൗരാവകാശമാണ് ആ ഒരു വശം. KSRTC ബസ് എന്നത് ഒരു പൊതുസ്ഥലമാണ്. അവിടെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം KSRTC അധികൃതർ തന്നെയാണ് യാത്രക്കാരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി സിനിമ കാണിക്കുന്നത്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഈ യാത്രക്കാരുടെ എന്റർടൈൻമെന്റിനുള്ള അവകാശം ഒരു വ്യക്തിയുടെ പ്രതിഷേധം കാരണം ഹനിക്കപ്പെടുന്നത് ശരിയായ നടപടിയാണോ എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വ്യക്തി മാത്രമല്ല, എനിക്ക് തോന്നുന്നത് 1-2 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സിനിമ വെക്കണ്ട എന്നുള്ളൊരു നിലപാടിലാണ് നിന്നത്. അങ്ങനെ നോക്കിയാലും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഭൂരിപക്ഷത്തിന്റെ നീതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പൊതു ഇടത്തിൽ ഭൂരിപക്ഷം ആളുകളുടെ ആവശ്യപ്രകാരം മറ്റൊരാൾക്ക് സിനിമ കാണാനുള്ള അവസരം അല്ലെങ്കിൽ അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇവിടെ സിനിമ കാണാനുള്ള ന്യൂനപക്ഷത്തിന്റെ അവകാശം ഭൂരിപക്ഷത്തിന്റെ സാമൂഹിക സമ്മർദ്ദം കാരണം നിഷേധിക്കപ്പെടുകയായിരുന്നു. നിയമപരമായ പിന്തുണയോടെയുള്ള ഒരു പ്രദർശനം ഒരു വ്യക്തിയുടെ ഇഷ്ടക്കേട് കാരണം നിർത്തുന്നത് മറ്റ് യാത്രക്കാരുടെ സ്വാതന്ത്ര്യത്തിൽ നടത്തുന്ന ഒരു ഇടപെടൽ തന്നെയാണ്. എന്നാൽ ഇവിടെ ബസ്സിൽ ഒരു തർക്കമുണ്ടാകുമ്പോൾ കണ്ടക്ടർക്ക് തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് തർക്കം ഉണ്ടാകാനുള്ള കാരണം സിനിമയായതുകൊണ്ട് തന്നെ ആ സിനിമ നിർത്താനുള്ള അവകാശമുണ്ട്. കണ്ടക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാതാകുകയാണ്. ഒരു പൊതുഗതാഗത വാഹനത്തിൽ യാത്രക്കാരുടെ സമാധാനപരമായ യാത്രയും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഒരു സിനിമയുടെ പ്രദർശനം ബസ്സിനുള്ളിൽ തർക്കത്തിന് കാരണമാവുകയോ യാത്രാ സൗകര്യത്തിന് ഭംഗം വരുത്തുകയോ ചെയ്താൽ ഇവിടെ പൊതുശല്യം ഒഴിവാക്കാൻ വേണ്ടി കണ്ടക്ടർക്ക് ഉടൻ സിനിമയുടെ പ്രദർശനം നിർത്താനുള്ള അധികാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുണ്ട്. ഇത് സിനിമ കാണാനുള്ള ആളുകളുടെ ഇഷ്ടത്തെക്കാളും ബസ്സിനുള്ളിലെ ക്രമസമാധാനത്തിന് മുൻഗണന നൽകുന്ന നടപടിയാണ്. ഇവിടെ കൃത്യമായി കണ്ടക്ടർ അത് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അതൊരു സിനിമയാണ്. ദിലീപ് മാത്രമല്ല അതിൽ അഭിനയിച്ചിട്ടുള്ളത്, മറ്റു പല ആളുകളും അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇത്തരം കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ കോടതി വിധി വരുന്നതിന് മുമ്പ് നമുക്ക് പറയുന്നതിൽ അല്ലെങ്കിൽ അതിന് പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇവിടെ പ്രശ്നമായിരിക്കുന്നത് കോടതി വെറുതെ വിട്ട പ്രതിയെ അല്ലെങ്കിൽ മതിയായ തെളിവുകളില്ലാതെ വെറുതെ വിട്ട ഒരാളെ ശിക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം ഇത് വലിയൊരു നീതികേട് പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ദിലീപ് ഒരു കുറ്റവും ചെയ്യാത്ത ആളാണെന്ന് കോടതി പോലും വിശ്വസിച്ചിട്ട് എന്തിനാണ് നമ്മൾ അയാളെ ഇപ്പോഴും വേട്ടയാടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്, ചോദ്യമുനയിൽ നിർത്തുന്നത്? ആ സിനിമയിൽ ഒരുപക്ഷെ ദിലീപ് മാത്രമായിരിക്കില്ല അഭിനയിച്ചതെന്ന് നമുക്കറിയാം. ഒരുപാട് ആളുകളുടെ കലാസൃഷ്ടിയാണത്. അതുകൊണ്ട് തന്നെ ദിലീപിനെ മാത്രം ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതും ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.